5 സെക്കൻഡ് പോവും, 10 മിനിറ്റ് ഉള്ള എന്റെ I didn't mean that. പാവം പയ്യൻ, പാവം, അത് അധികം മിണ്ടില്ല. അതെ, അവര് ഭയങ്കര അപ്പൊ തന്നെ ഇംപ്രോവൈസ് പോവാണ്. അത് വേണ്ട, അത് കട്ടി, ഓക്കെ, ഭയങ്കര സ്പീഡാവും. നീ അല്ലേടാ ഇപ്പൊ ഇടയിൽ കയറി പറയണെന്ന് പറഞ്ഞു. നല്ല റെപ്യൂട്ടേഷൻ. എന്ത് ഇത് വൈകിപ്പോയി. ഞാൻ സിനിമയിലേക്ക് വന്നത് കുറെ ലേറ്റ് ആയി. ഇല്ല, തോന്നിയില്ല. 10 മണിക്കൂർ വെയിറ്റ് ചെയ്തിരുന്നപ്പോ നിനക്ക് പ്രിപ്പയർ ചെയ്യായിരുന്നില്ലേ? അപ്പൊ എന്ത് ചെയ്യും? 10 മണിക്കൂർ ഞാൻ 10 മിനിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തത്. എന്നാ പൊക്കോ, കഴിഞ്ഞ് 11 കാര്യമില്ലല്ലോ, നീ ഒറ്റയ്ക്കല്ലേ. നീ ഒറ്റയ്ക്ക് സിനിമ കണ്ടിട്ട് നീ ഒരു റീൽ ഇടണം, നീ ഇത് ഒറ്റയ്ക്കാണ് കണ്ടത്. മറ്റേ സുതിയോ പോലെ ഇതൊക്കെ ഇവൻ ചോദിച്ച് മേടിച്ചാണ് ഇവന്റെ ആഗ്രഹമായിരുന്നു. എനിക്കിത് ബാക്കി നമ്മൾ പറയാം. സീരിയസ് ആയിട്ടൊക്കെ എനിക്ക് സംസാരിക്കാൻ അറിയാം. മേലെ പിന്നെ പെണ്ണ് കിട്ടത്തില്ല. നിങ്ങളോടൊന്ന് പറ. ഡാൻസ് കളിക്കാനല്ലോ. ഈ പടത്തിന്റെ പോസ്റ്ററിനകത്ത് തന്നെ മേപ്പടിന്റെ പേര് എഴുതിയിട്ടുണ്ട്. എന്റെ ആവശ്യമില്ലായിരുന്നു. അന്ന് വരെയുള്ള പ്രൊമോഷന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫിലിം ഫാക്ടറി. കഥ ഇന്ന് വരെ എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ ഇന്ന് നമ്മളോടൊപ്പം 4 പേരാണുള്ളത്. അനു മോഹൻ, മേതിൽ ദേവിക മാം, നിഖില വിമൽ, ഹക്കീം ഷാ. വെൽക്കം. താങ്ക് യു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, കഥ ഇന്ന് വരെ. പേര് മാറ്റണം. നാളെ ഇപ്പൊ എന്ത് കഥ? ഇന്ന് നാളത്തെ ഇന്ന് വരെയുള്ള കഥ നീ കാണാം. ഇന്ന് വരെ ഉള്ളു. ഇന്ന് വരെ ഉള്ളു. ഇന്നുകൊണ്ട് തീരും. ആരാ ഈ ഒരു പേരിട്ട കഥ ഇന്ന് വരെ? കാരണം അത് ഭയങ്കര ഒരു പുള്ളി പുറത്തുണ്ട്, വിളിക്കട്ടെ. കാരണം ഇതൊരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പേരായിട്ട് എനിക്ക് തോന്നി, കഥ ഇന്ന് വരെ. കാരണം ഒരു ക്യൂരിയോസിറ്റി തോന്നുന്നു നമുക്ക് പേര് കേൾക്കുമ്പോൾ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിരുന്നു ഈ പേര് കേട്ടപ്പോ? ഞങ്ങൾ അത്രയും ചിന്തിക്കാറില്ല, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ പേര് അജീഷ്. അജീഷ്. എന്റെ പേര് അജീഷ് എന്താണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, ഇപ്പഴല്ലേ ആലോചിച്ചത്. അതാ ഞങ്ങൾക്കിത് ഞങ്ങളുടെ പടമായതുകൊണ്ട് ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പം ഒരു പേരും സിനിമയും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധം വേണോ? ഉണ്ട്. അപ്പൊ ഇത് ആരുടെങ്കിലും കഥ പറയുന്നോണ്ടാണോ കഥ ഇന്ന് വരെ എന്നുള്ളൊരു? സിനിമയാകുമ്പോ കഥയാണല്ലോ പറയുന്നത്. അപ്പൊ പിന്നെ പേരിന്റെ ആവശ്യമില്ലല്ലോ കഥ ഇന്ന് വരെ. കഥ വേണ്ടേ എന്നൊരു പടം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. കുറച്ചുകൂടെ രസമായിരുന്നു. കഥയില്ലാതെ ഇന്ന് വരെ സെപ്റ്റംബർ 20 കഥ ഇന്ന് വരെ നമ്മൾ പോയി കാണുന്നതാണ്. പറ. സെപ്റ്റംബർ 20. സെപ്റ്റംബർ 20 കഥ. ആ കഥ എന്താണെന്ന് അന്നേ അറിയാൻ പറ്റത്തുള്ളൂ. എത്ര ചോദിച്ചാലും പറഞ്ഞു തരത്തില്ല. ഓക്കെ, സോ ദേവിക മാം ഫസ്റ്റ് ലീഡ് റോളിൽ വരുന്ന ഒരു സിനിമയാണ്. ലീഡല്ല, നമ്മളെല്ലാവരും ലീഡല്ലേ? ഞാൻ ലീഡല്ല. അല്ല, ഞാൻ ലീഡല്ല. നമ്മളെല്ലാവരും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള. എങ്കിലും നായിക എന്ന് അങ്ങനെ സോറി. അതെ, അതെങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ നിങ്ങളുടെയൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ പറയും. എന്തായാലും നിങ്ങളോട് പറയൂ. അപ്പം ബേസിക്കലി ഒരു ഡാൻസർ ആണ്. അപ്പൊ ഇതില് ഡാൻസ് കളിച്ചിരുന്നു? എന്താ അവസ്ഥ? മാക്സിമം ഫണ്ണാക്കാൻ നോക്കുന്നു. ഞാൻ ഡയറക്ടറെ കുറച്ചൊന്ന് ഡാൻസ് ചെയ്യിപ്പിച്ചു എന്നല്ലാണ്ട്. അല്ല, എങ്കിലും നമ്മൾ ഒരു ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റിനെ കിട്ടുമ്പോൾ നമ്മൾ എന്തെങ്കിലും രീതിയിൽ ഒന്ന് സിനിമയിൽ പ്രയോഗിക്കേണ്ട. അല്ല, ഡാൻസ് കളിക്കാനല്ലോ. അല്ല, എങ്കിലും സ്റ്റേജ് പ്രോഗ്രാം അല്ല ബുക്ക് ചെയ്തത്. പക്ഷെ ഞാൻ ട്രെയിലർ കണ്ടിരുന്നു ഞാൻ. അപ്പൊ എനിക്ക് ട്രെയിലർ കണ്ടപ്പോ പോസ്റ്റ് അല്ലേ? ട്രെയിലർ കണ്ട 2 പേരേ ഉള്ളൂ. കാരണം പോസ്റ്റ് അടിച്ചിരുന്നപ്പോ കൊണ്ട് കാണിച്ചു ട്രെയിലർ കണ്ടപ്പോ തോന്നി. സത്യം പറഞ്ഞോണ്ടല്ലോ സങ്കടം തോന്നി എനിക്ക്. കാരണം ഇത്രയും ഏജ്ഡ് ആയിട്ടുള്ള ഒരാളുടെ ലവ് സ്റ്റോറി പറയുന്നു. എന്റെ ഈ നല്ല പ്രായത്തിൽ എനിക്ക് ഇതിനായിട്ടൊരു പെണ്ണ് കിട്ടിയിട്ടില്ല. എനിക്കത് വിഷമം വരത്തില്ലേ? എത്ര പ്രായമുണ്ട്? എനിക്ക് 24. നല്ല പ്രായം. ഈ ടൈമിലല്ലേ പ്രണയിക്കണ്ടേ? എനിക്ക് ആ ഒരൊറ്റ സങ്കടം മാത്രമേ ഉള്ളൂ. ഈ സിനിമ കാണുമ്പോ കുറെ ടിപ്സ് കിട്ടും. പക്ഷെ ഏജ്ഡ് ആയിട്ടുള്ളവരുടെ പ്രണയമല്ലേ അതെന്താ അങ്ങനെ ഒരു ടോക്ക്? അല്ല, അപ്പൊ ആ ഒരു ഞങ്ങൾക്കൊക്കെ എത്ര പ്രായം ഉണ്ടെന്ന് വിചാരിക്കണം? ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് പ്രണയിക്കാൻ പാടില്ലേ? 30+. 24 ഉള്ളത് നിന്റെ നല്ല പ്രായമോ? ഞങ്ങളുടെ പ്രായമൊക്കെ മോശം പ്രായം. ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ.
അല്ല ഐ ഡിഡ്ന്റ് മീൻ ഞങ്ങൾക്ക് ഓക്കെയാണ് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് 20 മിനിറ്റ് പോകുന്നത് പ്രശ്നം. ഏജിന് ഇമോഷൻസ് പാടില്ലേ, ഏജിന് ലവ് പാടില്ലേ? അല്ല ഇത് ഞാൻ ഉദ്ദേശിച്ചേ ഇപ്പൊ എനിക്ക് ഇത്തിരി ചുരുക്കം ഏജിന് ചുരുക്കില്ല അതാണോ പറയുന്നത്? അല്ല ഒരു ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന ഒരു ഏജ് അല്ലേ? കാരണം എന്താ 30 വയസ്സ് കഴിയുമ്പോ സത്യം പറ. അതെ, ഇത് വേറെ സംഭവങ്ങളിലേക്കാ പോകുന്നത്. എന്താ നിനക്ക് പെണ്ണ് കിട്ടാത്തെന്നറിയോ? ഈ കാരണം ഞങ്ങൾക്ക് 30 ഞങ്ങൾ ഓക്കെയാണ്. ഞങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ വരും. ഇതിങ്ങനെയാണെങ്കിൽ വലിയ പാടാ, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ഓക്കെ, എന്തായാലും വീണ്ടും നമ്മൾ ഈ കഥ ഇന്ന് വരെയിലേക്ക് വരുമ്പോ എങ്ങനെയെങ്കിലും വാ, ഓടി വാ. അപ്പൊ ഇതിന്റെ ഡയറക്ടർ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഫിലിമിന് തന്നെ നാഷണൽ അവാർഡ് കിട്ടി. അപ്പൊ ആ ഒരു ഡയറക്ടറിന്റെ സെക്കൻഡ് ഫിലിമാണ്. അതെന്താ പേര് അറിയില്ലേ? അതൊക്കെ പറയുമ്പോ 5 സെക്കൻഡ് പോകും, 10 മിനിറ്റ്. പോരാത്തതിനാണ് ഈ പടത്തിന്റെ പോസ്റ്ററിനകത്ത് തന്നെ മേപ്പടിയാന്റെ പേര് എഴുതിയിട്ടുണ്ട്. അതിന്റെ ആവശ്യമില്ലായിരുന്നു, കാരണം നമ്മള് കഥ ഇന്ന് വരെയുള്ള പ്രൊമോഷന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ സിനിമയുടെ പേര് പറയുന്നത്. എപ്പോഴാണ് റിലീസ് എന്ന് അറിയാലോ അല്ലേ? 20-ാം തീയതി ഏത് സെപ്റ്റംബർ 20-ന്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, കാരണം ഫസ്റ്റ് ഫിലിമിൽ തന്നെ അവാർഡ് വാങ്ങിയ ഒരാള് സെക്കൻഡ് ഫിലിമിൽ നമ്മളെ വിളിച്ച്. അപ്പം ആ ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? എക്സൈറ്റഡ് ആയിരുന്നു. അത്രേ ഉള്ളൂ. പറയൂ, നിങ്ങൾ ഇവിടെ പറയൂ. അതെ അതെ, അതെ തീർച്ചയായിട്ടും. ഞാൻ എന്നോട് കഥ പറഞ്ഞപ്പോഴേ പറഞ്ഞു നാഷണൽ അവാർഡ് ഉണ്ട്. നാഷണൽ അവാർഡിന് ചാൻസ് ഉണ്ട്. എന്റെ വീട്ടിൽ നാഷണൽ അവാർഡ് ഉണ്ട്. ആ എന്റെ വീട്ടിലുണ്ട്. ഈ പടത്തിൽ അഭിനയിച്ചാൽ എനിക്കൊരു നാഷണൽ അവാർഡിന് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. കാരണം പുള്ളി പറഞ്ഞു എന്നോട് അങ്ങനെയാ പറഞ്ഞേ. അതായത് എന്റെ വീട്ടിൽ ഒരെണ്ണമുണ്ട്, നിന്റെ വീട്ടിൽ ഒരെണ്ണം വേണം. വേണമെങ്കിൽ വരാൻ. അല്ലെങ്കിലും നാഷണൽ അവാർഡ് കിട്ടിക്കഴിഞ്ഞിട്ടാണോ ഈ സിനിമയിലേക്ക് നിങ്ങളെ? അതെ അതെ, പ്രസിഡന്റിന്റെ കയ്യിന്ന് പതക്കം മേടിച്ച് കഴിഞ്ഞിട്ട് ഡയറക്ടർ നേരെ വന്നിട്ട് ഞങ്ങളെ വിളിക്കുക. അല്ല ഞാനത് സീരിയസ് ആയിട്ട് ചോദിച്ചത്. അതെ, ഞാൻ serious ആയിട്ടാ. നാഷണൽ അവാർഡൊക്കെ കഴിഞ്ഞില്ലേ? അത് ഈ പടം ഇപ്പോഴും തുടങ്ങാൻ പോണേ. അത് കഴിഞ്ഞ് അടുത്ത നാഷണൽ അവാർഡ് വന്നു. അല്ല ഞാൻ വിചാരിച്ചു നിങ്ങൾ അതിന് മുന്നേ ഈ പടത്തില് ഡിസ്കഷനായിട്ട് വേണ്ടി വിളിച്ച് ഇല്ല, അപ്പൊ പുള്ളി നാഷണൽ അവാർഡ് മേടിക്കാൻ പോയിപ്പോയിരുന്നു. ഓ മൈ ഗോഡ്, അത് ആ ഒരു ഗ്യാപ്പ് വന്നില്ലേ? പിന്നെ വീണ്ടും സിനിമയിലേക്ക് വരുമ്പോ ഇതിന്റെ ഒരു ട്രെയിലർ കണ്ടപ്പോ എനിക്കൊരു പ്രത്യേക ആ ഒരു എസ്തെറ്റിക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ലൊക്കേഷൻ ഒക്കെ എവിടെ നല്ല രസമുണ്ടല്ലോ, ഭംഗി. കുറെ സ്ഥലങ്ങളിലാണ് ലൊക്കേഷൻ. അതുകൊണ്ടല്ലേ ലൊക്കേഷൻ എന്ന് പറയുന്നത്. 1 പോയിന്റ്. ഓക്കെ, എങ്കിലും സ്ഥലം എവിടാണ്? എല്ലായിടത്തും ഉണ്ട്. കേരളത്തിലെ എല്ലാ ടെറൈനും ഉണ്ട്. മലകൾ, ജില്ലയാണ്. ടെറൈൻ എന്ന് പറഞ്ഞ ഏത് ജില്ലയിലായിട്ട് വരുന്നതാണ്? അല്ല എങ്കിലും എനിക്ക് പത്തനംതിട്ട പോലെ തോന്നി, എന്റെ നാടാണ്. അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും അവരുടെ ആയിട്ട് തോന്നും. അതാണ് തോന്നും. അപ്പൊ കേരളത്തിലുള്ള എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അതെ ഒരു സ്ഥലങ്ങളുള്ള സിനിമയായിരിക്കും. പിന്നെ എനിക്ക് ട്രെയിലറിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് അനുബ്രോയാണ്. എന്താ? കാരണം ഇന്ന് വരെ ഒരു സിനിമയിൽ ഞാൻ കാണാത്ത ടൈപ്പ് ഓഫ് ഒരു ലുക്ക്. അതേപോലെ ഹക്കീം റോയ്, രണ്ടുപേരും. അപ്പം അതെന്താ ആ ഒരു എനിക്ക് തോന്നുന്നു ഇടുക്കി ആ ഏരിയ തോന്നില്ലേ? പത്തനംതിട്ടയാണെന്ന് കഴിഞ്ഞപ്പോ അല്ല ഞാൻ ഇപ്പൊ ഒന്നുകൂടെ നോക്കിയപ്പോ പുള്ളി മറ്റേ ഇതിട്ടോണ്ടിരിക്കുന്നത് എന്താ പറയാ, തോർത്ത്. അതപ്പം പത്തനംതിട്ട ആരും ഇടുന്ന കണ്ടിട്ടില്ല. തോർത്തോ? അല്ല, മഞ്ഞത്തിടുന്ന സാധനല്ലേ? അപ്പൊ ഒന്നില്ലെങ്കിൽ ഇടുക്കി, വയനാട്. ഓക്കെ, സോ ആ ലുക്ക്, അത് ആ ലുക്കിലേക്ക് എങ്ങനെയാണ് വന്നത്? നാഷണൽ അവാർഡ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ താഴെ നീട്ടാൻ തുടങ്ങിയത്. അത് ശരി, അപ്പൊ അന്ന് നടത്തിയതാണ്. പിന്നെ എന്നാണ് ഇത്? 1 വർഷത്തെ താടിയാണ് ഈ പടത്തിന് വേണ്ടി, അല്ലാതെ വേറെ മേക്കപ്പ് അല്ല. ഓക്കെ, അതിപ്പം ഹക്കീം ബ്രോയോട് എനിക്ക് പേഴ്സണലി അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ടൊരു ചോദ്യം ചോദിക്കാനുള്ളത്, താടി വളരാനുള്ള മരുന്നാണ്. അല്ല എനിക്ക് അത്യാവശ്യം താടി ഉണ്ടല്ലോ, ഇതിൽ കൂടുതൽ താടിയുടെ ആവശ്യമില്ല, ഇത് മതി. അല്ല ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇത് സീരിയസ് ആണ്, ഇത് ട്രോൾ ചെയ്യില്ല. കാരണം നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് ട്രോൾ വരും. നീ അല്ലേ ട്രോള് വേണമെന്ന് പറഞ്ഞു? ഈ പർട്ടിക്കുലർ 10 മിനിറ്റ് എന്റെ കയ്യിലുള്ളൂ, എന്നെ എല്ലാരും ഒന്ന് ട്രോൾ ചെയ്ത് ഇതൊന്ന് വിജയാക്കണം എന്ന് പറഞ്ഞ ആരാ? അല്ലല്ല, ഈ ചോദിക്കാൻ അതൊന്നും കട്ട് ചെയ്തിട്ടാ. അല്ല ഈ ചോദിക്കാൻ പോകുന്ന ചോദ്യം ഒരു പ്രത്യേക തരം ചോദ്യമാണ്. അതുകൊണ്ട് ചിലപ്പോൾ രണ്ടുപേർക്കും അത് വള്ളിയാവാൻ ചാൻസ് ഉണ്ട്. അത് കളിയാക്കി കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിലെ ഒരു തരംഗമാണ് ഹാഷിർ. ഓക്കെ, ഇപ്പൊ റീസെന്റ് പുള്ളി അഭിനയിച്ച പടം ഇറങ്ങി, അത് മറ്റ് സെലിബ്രിറ്റികൾക്ക്, ഐ മീൻ സിനിമ സ്റ്റാറുകൾക്ക് കിട്ടുന്നതിനേക്കാളും വലിയ ഒരു വരവേൽപ്പൊക്കെ കിട്ടി. ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഇൻസ്റ്റയിൽ സ്ക്രോൾ ചെയ്തോണ്ടിരുന്നപ്പോ പുള്ളിയുടെ വീഡിയോയില് ഹക്കീം ബ്രോയൊക്കെ ഉണ്ട്. അല്ല ആക്ച്വലി അവരെ ഒരുപാട് പിള്ളേർ, ഇപ്പൊ നമ്മള് സില്ലി ആയിട്ട് തോന്നുമെങ്കിലും നെക്സ്റ്റ് ജനറേഷൻ ആണ്, വരുന്ന ഒരു ജനറേഷൻ ആണ്.
ഒരുപാട് പുതിയ പിള്ളേരൊക്കെ അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരോടൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അത് അവരോട് ഹാഷിറിന്റെ ഭാഗത്തല്ല അഖിൽ NRD പറഞ്ഞ പറയുന്നില്ലേ ആ പുള്ളിയോടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത് കടകന്റെ പ്രൊമോഷനാണ്. ഹാഷിർ ഒരു പാവം പയ്യൻ, പാവം, അത് അധികം മിണ്ടില്ല, അങ്ങനെ അധികം സംസാരിക്കൊന്നുമില്ല, വന്ന് ചെയ്ത അയാളുടെ വർക്ക് ചെയ്ത് പോയി. നല്ല കഴിവുള്ള ക്രിയേറ്റീവ് ആയിട്ട് നല്ല അത് വേറെ തന്നെ ഒരു രീതിയിലാണ് അത് ഷൂട്ട് ചെയ്യുന്നത്. ലൗഡായിട്ടാണ് അത് റെക്കോർഡ് ചെയ്യുന്നത്. എനിക്ക് ആ ഒരു പരിപാടി കാര്യങ്ങളൊന്നും എനിക്കൊന്ന് രജിസ്റ്റർ ചെയ്ത് വരാൻ തന്നെ സമയം എടുത്തു. ഷൂട്ട് കഴിഞ്ഞ് പോയി. പലർക്കും ഒരു ഡൗട്ട് ഉണ്ട് ഇവരിത് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അതായത് എന്താ നമ്മൾ പരസ്പരം സംസാരിക്കുന്ന പോലത്തെ ടൈപ്പ് വീഡിയോസ് ആണ്. അതെ, അവര് ഭയങ്കര അപ്പൊ തന്നെ ഇംപ്രൂവൈസ് ചെയ്ത് പോവാണ്. അത് വേണ്ട, അത് കട്ട് ചെയ്ത് ഓക്കെ. ഭയങ്കര സ്പീഡ് അവർക്ക്. അവരുടെ വർക്കും അവരുടെ റെക്കോർഡിംഗ് പാറ്റേൺ ഒക്കെ ഭയങ്കര ലൗഡായിട്ട് സംസാരിക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞു. അല്ല, അവരുടെ രീതി അതാണ്. അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. ശബ്ദമൊക്കെ അന്നേരം തന്നെ അത് അത് സംസാരിക്കുന്നത് ലൈവായിട്ട് റെക്കോർഡ് ആവുന്നത്. ലൈക് ക്യാമറയിൽ റെക്കോർഡ് ആവുന്നില്ല, ഇതുപോലെ യൂസ് ചെയ്യാതെ ലൈവായിട്ട് തന്നെ ക്യാമറ റെക്കോർഡ് ചെയ്യുന്നത്. അങ്ങനെ പിന്നീട് ആ വീഡിയോ ഇട്ടപ്പോ അതില് കമന്റ്സ് ഒക്കെ ഞാൻ നോക്കിയപ്പോ കുറെ ആൾക്കാർ വന്ന് ചേട്ടനെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല കേട്ടോ, ഞാൻ കമന്റ്സ് നോക്കാറില്ല. അതെന്താ നെഗറ്റീവ് കമന്റ് വരും വിചാരിച്ചു? അല്ലല്ല, എനിക്ക് അവരുടെ വാലിഡേഷൻ ആവശ്യമില്ല. ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ കമന്റ് ഓഫ് ചെയ്തിട്ടേക്കാം. എന്താ അധികം ആൾക്കാർ സംസാരിച്ചില്ല. നിഖില, ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിശേഷം നമ്മുടെ സീരിയസ് ആയിട്ട് മറുപടി പറയണോ? വേണ്ട, അല്ല ഇത് കഴിഞ്ഞ കേട്ടോ, അത് കഴിഞ്ഞു. മറ്റേ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ഇനി കോമഡി ആവാം. വാനിച്ചേട്ടൻ അത് ചോദിച്ചില്ലല്ലോ. വെറുതെ ഇരിക്കും. കാരണം എനിക്ക് അറിയാം പുള്ളിയോട് ചോദിച്ചാൽ നിഖിൽ അതിന്റെ ഇടയിൽ കയറി പറയും. നിഖിലോട് ചോദിച്ചാൽ പുള്ളി അതിന്റെ ഇടയിൽ കയറി നീ അല്ലേടാ ഇപ്പൊ ഇടയിൽ കയറി പറയണെന്ന് പറഞ്ഞു. നല്ല റെപ്യൂട്ടേഷൻ. പുള്ളി ഇച്ചിരി ഷൈ ആയിട്ടുള്ള ആളാ, മനസ്സിലായില്ലേ? പുള്ളി ഇച്ചിരി ഷൈ ആയിട്ടുള്ള ആളാ. അപ്പൊ കുറെ നേരമായിട്ട് പുള്ളി സംസാരിക്കുന്നില്ല. അപ്പൊ എനിക്കത് പറയൂ. അതുകൊണ്ടാ അതാ ഞാൻ ചോദിക്കാൻ പോയത്. പക്ഷെ നിഖിൽ അങ്ങനല്ല, ഇച്ചിരി ഇടയിൽ കയറി സംസാരിക്കുന്നുണ്ട്. അല്ല, അതായത് നിങ്ങൾ എന്തെങ്കിലും ട്വീക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. ഞാനിത് കുറച്ച് നാളായാലും ഇപ്പൊ തുടങ്ങിയിട്ട്, അതുകൊണ്ട് എനിക്കത് കറക്റ്റായിട്ട് ഇതിങ്ങനെ ഒന്നുമില്ല, ഇതിങ്ങനെ വന്നാൽ മതി എന്നുള്ളത് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അത് ക്ലിയർ ആക്കി കൊടുക്കും. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? വലിയ സന്തോഷമായിരുന്നു, ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ടാണല്ലോ നമ്മളെല്ലാവരും ഇത്ര രാത്രിയായിട്ടും പ്രൊമോഷൻ ഇരിക്കുന്നത്. ബിജിച്ചേട്ടൻ പുള്ളി അധികം എങ്ങനെയാണ് പുള്ളി സെറ്റിൽ എങ്ങനെയാണ്? നല്ല അഭിനയിക്കും. നമ്മൾ തുടങ്ങിയപ്പോ ഉണ്ടായിരുന്ന ആ എനർജി കുറച്ച് കുറഞ്ഞത്. അതാ അജീഷിന്റെ ആണ് ആക്ച്വലി കുറഞ്ഞത്. കേറി വാ. പറയൂ. എന്ത് ഇത് വൈകി പോയി. ഞാൻ സിനിമയിലേക്ക് വന്നത് കുറെ ലേറ്റ് ആയി. ഇല്ല, തോന്നിയില്ല. അല്ലെങ്കിലും സിനിമ ജീവിതം അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുമ്പോഴുള്ള ആ ഒരു ലൈഫ് എങ്ങനെയുണ്ട്? ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസമല്ലേ അഭിനയിച്ചുള്ളൂ. അത് നല്ല ലൈഫായിരുന്നു. അപ്പം അതുകൊണ്ട് ഇനി തുടർന്ന് സിനിമയിൽ അഭിനയിക്കാം എന്നുള്ളൊരു ഇതില് ഡിസിഷൻ എടുക്കാൻ ഇല്ല. ഇതോടുകൂടി അല്ല, അങ്ങനെയൊന്നും ഡെസിഷൻ എടുത്തിട്ടില്ല അജീഷ്. ഞാൻ അത് ഇനി ഇങ്ങനെ കുറച്ച് എനിക്ക് സൗകര്യങ്ങളൊക്കെ വരുമ്പോ ചെയ്യും. അജീഷ് ഫൺ ആക്കൂ. ഞങ്ങൾക്കൊക്കെ നല്ല പ്രായമുണ്ടല്ലോ, ഞങ്ങൾ തന്നോളാം. ഞങ്ങൾ പ്രായമുള്ളവരെല്ലാരും കുറച്ചും കൂടെ ഒന്ന് സ്മാർട്ട് ആയിരുന്നു ചോദിക്കുക. അതായത് 10 മിനിറ്റ് എന്ന് പറഞ്ഞോണ്ട് ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തില്ല. അതായത് എനിക്ക് പറ്റിയപ്പോ ഒരു മിസ്റ്റേക്ക് ആണ്. 10 മണിക്കൂർ വെയിറ്റ് ചെയ്തിരുന്നപ്പോ നിനക്ക് പ്രിപ്പയർ ചെയ്യായിരുന്നില്ലേ? അപ്പൊ എന്ത് ചെയ്യും? 10 മണിക്കൂർ ഞാൻ 10 മിനിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തേ. എന്നാ പൊക്കോ, കഴിഞ്ഞ് 11 ഇല്ല, അങ്ങനെ പറയില്ല. നിങ്ങളുടെ മറ്റു വിശേഷങ്ങൾ പറയൂ. ഈ സിനിമ അല്ലാതെ വീട്ടിലെല്ലാവർക്കും സുഖം, അമ്മയച്ഛനൊക്കെ സുഖം. ഓണക്കാലമാണ്, ഒരാഴ്ച കഴിഞ്ഞാൽ ഓണമാണ്. ഓണത്തിനെ പറ്റിയുള്ള ഒരു ഓർമ്മകൾ എല്ലാരും ഒന്ന് പറഞ്ഞിട്ട് അയ്യോ എന്താ ഓണം കേരളക്കാരുടെ ഹിന്ദിയില് പറഞ്ഞതില്ലേ? കേരളക്കാരുടെ പരിപാടിയില്ലേ? അപ്പൊ മലയാളത്തിൽ എന്ന് പറഞ്ഞൂടെ ഇത്? ഓണം കേരളീയരുടെ ദേശീയോത്സവമാണ്. ഓണത്തിന് മാവേലി വരും, പുലികളി അതല്ലേ, സദ്യ ഉണ്ടാവും, പായസം, പൂക്കളം, വടംവലി ഉണ്ടാവും. അപ്പൊ ഈ ഓണത്തിന് എന്തായിരിക്കും നിങ്ങളുടെ സ്പെഷ്യൽ പരിപാടി? നമ്മുടെ സിനിമ കഥ ഇന്നേരം സെപ്റ്റംബർ 20 റിലീസ് ആവുന്നതാണ് തിയേറ്ററിൽ. സെപ്റ്റംബർ 20. അപ്പം ഓണത്തിന്
വരുന്ന ഫാമിലി ആയിട്ട് എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമ. ഒറ്റയ്ക്കും പോവാം, കുഴപ്പമൊന്നുമില്ല. അല്ല, ഒരു ഫെസ്റ്റിവൽ അല്ലേ, അപ്പം വീട്ടിൽ ഇല്ല, ഫാമിലി ആയിട്ട് പോവാം. ഇനി ഫാമിലി ഇല്ലാത്തവർക്ക് ഒറ്റയ്ക്ക് പോവാം. പിന്നെ ഫാമിലിക്ക് മാത്രമേ നിങ്ങൾക്ക് ആരും ഇല്ലല്ലോ, നീ ഒറ്റയ്ക്കല്ലേ. ഫാമിലി ഉണ്ട്. ഫാമിലി വേറെ ഫാമിലി ഉണ്ടായിരുന്നെങ്കിൽ അതേ വിഷയം വരും. ലവ് സ്റ്റോറി ഒക്കെ ആയതുകൊണ്ട് ഒറ്റയ്ക്കല്ലേ അതെ അതെ ഒന്ന് കരഞ്ഞു വിടുന്നു. ഇത് കഴിഞ്ഞിട്ട് വേണം ഒന്ന് പൊട്ടിക്കരാൻ പുറത്തോട്ട് മാറിയിട്ട്. നീ ഒറ്റയ്ക്ക് പോയി കാണണ്ടായി അപ്പൊ പടം. നിങ്ങൾക്ക് ട്രോമയായിരിക്കും. ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആള് അപ്പൊ നീ ഒറ്റയ്ക്ക് ഇത് കണ്ടിട്ട് ഒരു റീൽ ഇടോ, എനിക്ക് കാണാനുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ നിന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കും? മനസ്സിലായില്ല എന്താ പറഞ്ഞേ? നീ ഒറ്റയ്ക്ക് ഈ സിനിമ കണ്ടിട്ട് നീ ഒരു റീൽ ഇടണം, നീ ഇത് ഒറ്റയ്ക്കാണ് കണ്ടതെന്നൊക്കെ പറഞ്ഞു. മറ്റേ സുതിയോ പോലെ ഞങ്ങൾക്ക് വെറുതെ ഒരു പ്രൊമോഷൻ എന്താ. അപ്പൊ കഴിഞ്ഞില്ലേ അജീഷേ? നിർത്തല്ലേ? അതാ നന്നായിരുന്നു ഇതുവരെ, കുഴപ്പമില്ല. ഇതുവരെ നന്നായിരുന്നു. ഇനി ഒരുപാട് ഇനി പറഞ്ഞ് അലമ്പാക്കണ്ട. നീ ഇല്ല, നിന്റെ കയ്യിൽ ഒന്നും ഇല്ല, തീർന്നു. കഥ ഇന്ന് വരെ ഒരു അരമണിക്കൂർ അന്നേരെ പറയല്ലായിരുന്നു വെച്ച് ഞാൻ കുറെ ക്വസ്റ്റിനോട് കുറച്ച് സെറ്റ് ചെയ്തേനെ. ഇവന്റെ കഥ ഇന്ന് വരെ ഉള്ളൂ. നാളെ തൊട്ട് ഞാനും ഇല്ലെന്നു. സുഹൃത്തുക്കളെ, എനിക്കിത് കഴിഞ്ഞ് രണ്ടാമത് ഒന്നും പറയാൻ പറ്റാത്തോണ്ട് പറയാൻ, ഇതൊക്കെ ഇവൻ ചോദിച്ച് മേടിച്ചാണ്, ഇവന്റെ ആഗ്രഹമായിരുന്നു. അല്ലല്ല, എനിക്കിത് അല്ല, നമ്മുടെ ഓഡിയൻസ് അറിയാം ഫണ്ണാണ് അവർ ആഗ്രഹിക്കുന്നത്, അല്ലാതെ മസിൽ പിടിച്ചിട്ട് അതെ ഇന്ന് നമ്മളോടൊപ്പം പക്ഷെ എന്താന്നറിയോ, എന്താ പ്രശ്നം അല്ല, അവര് വിചാരിക്കും നമ്മള് ഞങ്ങള് കളിയാക്കാണെന്ന് വിചാരിക്കും. അത് ആദ്യമേ ഞങ്ങൾ പറയണം. ഇത് കട്ടിയതല്ലേ ഇത് കട്ടിയതല്ലേ? ചോദിച്ചു മേടിച്ചാണ് ഇങ്ങനെ ചെയ്യാൻ ഇത് കാണുന്നവര് മനസ്സിലാക്കണം, ഞാനിത് എന്റെ ക്യാരക്ടറാണ്. ഐ മീൻ റിയൽ ക്യാരക്ടർ അല്ല, ഞാൻ ഇന്റർവ്യൂവിൽ മാത്രം എടുക്കുന്ന ക്യാരക്ടറാണ് ഇത്. ഇവരോട് ഞാൻ ആദ്യമേ അനുവാദം ചോദിച്ചിട്ടാണ് ഇങ്ങനെ ചളി പറയുന്നത്. പിന്നെ അത് മാത്രല്ല, ബാക്കി നമ്മൾ പറ. സീരിയസ് ആയിട്ടൊക്കെ എനിക്ക് സംസാരിക്കാൻ അറിയാം. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ വരുമ്പോ ഞാൻ അങ്ങനെ ചെയ്യുന്നതായിരിക്കും. അങ്ങനെയുള്ള ആരോടും ഞങ്ങളെ കണ്ടിട്ട് എന്തായിട്ട് തോന്നണേ? അല്ല, എന്താ നിങ്ങളെ ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു രീതിയിലാണ്, അല്ലാതെ മസിൽ പിടിച്ചിരിക്കുന്ന രീതിയിൽ കൊടുത്തത് ആ രീതിയിലുള്ള ഇന്റർവ്യൂസ് ആണെന്ന് തോന്നുന്നു. അല്ല. ഓക്കെ, അപ്പം എന്താ കൂടുതൽ സൗഹൃദപരമായിട്ടുള്ള ആ ഒരു സംഭവം ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് സൗഹൃദപരമായിട്ട് പിരിയാം. ഓക്കെ, അപ്പം സെപ്റ്റംബർ 20 കഥ ഇന്ന് വരെ തിയേറ്ററിലേക്ക് വരുവാണ്. സെപ്റ്റംബർ ക്ലിയർ ആക്കി പറഞ്ഞിട്ട് പോയാൽ മതി. അല്ല, അപ്പൊ എനിക്ക് മേലെ പിന്നെ പെണ്ണ് കിട്ടത്തില്ല. സെപ്റ്റംബർ അപ്പം നിങ്ങളോടൊന്ന് പറ, പ്രേക്ഷകരോട് സിനിമ. ഞങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു, സെപ്റ്റംബർ 20 കഥ ഇന്ന് വരെ തിയേറ്റർ റിലീസ് ആവാണ്, എല്ലാവരും പോയി കാണണം. സെപ്റ്റംബർ 20 ഞങ്ങളുടെ പുതിയ സിനിമ കഥ ഇന്നുവരെ നമ്മളെല്ലാവരും ഒരുമിച്ച് അഭിനയിച്ച സിനിമ തിയേറ്ററിൽ പോയി കാണണം. സെപ്റ്റംബർ 20 നമ്മൾ അഭിനയിച്ച സിനിമ കഥ ഇന്നുവരെ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. അജീഷിന്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ പോയി കാണണം. ശരി, ആയിക്കോട്ടെ. എനിക്ക് റീലിടാൻ പറ്റത്തുള്ളൂ. അജീഷ് പറഞ്ഞ പോലെ സെപ്റ്റംബർ 20 പടം റിലീസ് ആവാണ്, എല്ലാവരും പോയി കാണണം. മാർക്കറ്റായി തകർക്കും. പ്രൊമോഷൻ ആയിട്ടുണ്ട്. അപ്പം ഓക്കെ, ബൈ.